പറ, നീയാണല്ലേ ആ കില്ലർ മീ എന്ന് പറയുന്ന ജിത്താൻ? ഞാൻ തന്നെയാടാ. എന്റെ വെയർഹൌസ് നീ നശിപ്പിച്ചു, എന്റെ ആളുകളെ അന്യായമായി കൊന്നു. എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത്? തോക്കിന് പണി കൊടുക്കണ്ടേ? പണി നീ കൊടുത്താൽ ശമ്പളം ആര് തരും? എന്റെ തോക്ക് വേറെ ഒരാളുടെ കയ്യിലിരുന്നാൽ നിനക്ക് അപകടമാ. ഇനി നീ കയ്യിലിരിപ്പ് കൊള്ളാത്തവൻ ഓവറായി സംസാരിക്കരുത്. എന്നെ ആരടിച്ചാലും ഞാൻ അവനെ വെറുതെ വിടില്ല. എന്നെ കെട്ടിയിട്ടതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. നിനക്ക് എന്താ വേണ്ടത്? അത് പറ. എന്തിനാ നീ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞാൽ എന്നെ അഴിച്ചുവിട്ട് ടാറ്റ കാണിച്ചു വിടുമോ എന്തോ? നീ ആക്രമിക്കുമ്പോ ആ സ്ഥലത്ത് എന്റെ ചേച്ചിയുടെ മകനുണ്ടായിരുന്നുടാ. അവനെ കൊന്നതിന് നീ മറുപടി പറഞ്ഞേ പറ്റൂ. എന്ത്? നിന്റെ ചേച്ചിയുടെ മോ? അവിടെ ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവൻ എത്ര നല്ല പയ്യനാന്നറിയാമോ? ഏതെങ്കിലും ഒരു വലിയ നൈറ്റ് ക്ലബിൽ DJ ആകണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം. വിഷമിക്കേണ്ടടാ, എന്നെങ്കിലും ഞാൻ നിനക്കൊരു നൈറ്റ് ക്ലബ് വാങ്ങിത്തരാമെന്ന് ഞാൻ പറഞ്ഞു. അതുവരെ എന്റെ ബിസിനസ് നോക്കാൻ പറഞ്ഞു. അവൻ നോക്കുകയും ചെയ്തു. പക്ഷെ അതുപോലും അവൻ ഇഷ്ടമില്ലാതെയാണ് ചെയ്തത്. കാരണം അവൻ അത്രയ്ക്ക് നല്ലവനാണ്. ഓ, അവനാണോ? കണ്ടു. അവനാണ് മ്യൂസിക്കിൽ ലയിച്ചു നിന്നിരുന്നത്. അവന് മ്യൂസിക് എന്ന് വെച്ചാൽ ജീവനാണ്. അതൊക്കെ പോയില്ലേ, ഇനി അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? അവനെ കൊന്നേക്ക്. അവൻ എന്റെ സമയം കളഞ്ഞു. ഇത് തന്നെയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത്. ഏയ്, സ്വന്തം കാശ് കൊടുത്ത് പണി വാങ്ങിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഇപ്പോൾ സാർ സ്വന്തം തോക്കൊണ്ട് തന്നെ ചാകാൻ പോവുകയാണ്. പഞ്ച് ഡയലോഗ് അടിക്കുന്നോ?